ഹലോ ഫ്രണ്ട്സ്, ക്രിയേച്ചർ എൻക്ലേവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ വിചിത്രമായ ഒരു പെറ്റിനെ കുറിച്ചാണ്. ജയന്റ് ആഫ്രിക്കൻ മില്ലിപീഡ്. പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയോ അലോസരമോ തോന്നും. എന്നാൽ നമുക്കിവയുടെ ജീവിതം എങ്ങനെയാണെന്ന് നോക്കിയാലോ? മില്ലിപീഡ് എന്നത് 1000 കാലുള്ളവൻ എന്ന അർത്ഥം വരുന്ന ഒരു ലാറ്റിൻ വേർഡാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവയ്ക്ക് 1000 കാലുകളില്ല. സ്പീഷീസ് അനുസരിച്ച് 100 മുതൽ 400 കാലുകൾ വരെ മാത്രമേ ഇവയ്ക്കുണ്ടാവുകയുള്ളൂ. സാധാരണ മില്ലിപീഡുകളെ അപേക്ഷിച്ച് വലുതും വിചിത്രവുമായ ഒരു വിഭാഗമാണ് ജയന്റ് മില്ലിപീഡ്. ഇവയ്ക്ക് ഏകദേശം 30 സെന്റിമീറ്റർ വരെ നീളം വരും. ആഫ്രിക്ക, ഏഷ്യ, ദക്ഷിണ അമേരിക്ക പോലുള്ള ചൂടുള്ള പ്രദേശങ്ങളിലാണ് ഇവയെ കൂടുതലായി കണ്ടുവരുന്നത്. ലോകത്തിൽ 1000-ലധികം മില്ലിപീഡ് സ്പീഷീസ് ഉണ്ടെന്നും അതിലേറ്റവും പ്രശസ്തം ജയന്റ് ആഫ്രിക്കൻ മില്ലിപീഡ് ആണെന്നും പറയാം. ജയന്റ് മില്ലിപീഡിൻ്റെ ശരീരഘടന വളരെ വ്യത്യസ്തവും ആകർഷകവുമാണ്. ഇവയുടെ ശരീരം നീളമുള്ള സിലിണ്ടർ പോലെ തോന്നും. ശരീരം പല സെഗ്മെന്റുകളായി വേർതിരിച്ചിരിക്കും. ഓരോ സെഗ്മെന്റിനും 2 ജോഡി കാലുകൾ വീതം ഉണ്ടായിരിക്കും. ചില സ്പീഷീസുകളിൽ ചെറിയ ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് അടയാളങ്ങൾ കാണാം. അത് പൊട്ടൻഷ്യൽ പ്രെഡേറ്ററിനെ ഭയപ്പെടുത്തുവാനാണ്. ഇവയുടെ വലിപ്പം കണ്ട് പലരും ഭയപ്പെടാം. പക്ഷേ ജയന്റ് മില്ലിപീഡ് ഹാനികരമല്ല. ഇവ മനുഷ്യരോട് ആക്രമണം നടത്താറില്ല. ഇവയ്ക്ക് ഒരു പ്രത്യേക സ്വഭാവം കൂടിയുണ്ട്. തൊടുമ്പോൾ ശരീരം മുഴുവൻ ചുറ്റി കോയിൽ പോലെയാകും. അതുതന്നെയാണ് ഇവയുടെ സെൽഫ് ഡിഫെൻസ് മെക്കാനിസം. ജയന്റ് മില്ലിപീഡിൻ്റെ ജീവിതശൈലി വളരെ കൗതുകകരമാണ്. ഇവയെ ഡെറ്റിട്രൈവോർ എന്ന് വിളിക്കുന്നു. അതായത് ജീർണിച്ച ഇലകൾ, ചീഞ്ഞു വീണ സസ്യഭാഗങ്ങൾ, ഓർഗാനിക് വേസ്റ്റ് എന്നിവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. അതിനാൽ തന്നെ ജയന്റ് മില്ലിപീഡിനെ നേച്ചർ റീസൈക്ലർ എന്ന് വിളിക്കുന്നു. പകൽ സമയത്ത് ഇവ കൂടുതലായി ഒളിച്ചിരിക്കും. രാത്രിയിലാണ് ഇവ സജീവമാകുന്നത്. ഇവ വളരെ മന്ദഗതിയിലാണ് സഞ്ചരിക്കുക. ഇവയ്ക്ക് വെള്ളം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈർപ്പം കൂടുതലുള്ള റെയിൻ ഫോറസ്റ്റ് ഫ്ലോർ പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഇവയെ കൂടുതലായി കാണപ്പെടുന്നത്. ഇവ വലിയ വലുപ്പമുള്ളവരാണ്, പക്ഷേ വളരെ സാവധാനമുള്ള ജീവികളാണ്. അതിനാൽ പ്രിഡേറ്റേഴ്സ്, അതായത് പക്ഷികൾ, ചെറിയ സസ്തനികൾ, റെപ്റ്റൈൽസ് മുതലായവ വന്നാൽ ഒളിച്ചോടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവയുടെ ഏറ്റവും പ്രധാന ഡിഫൻസ് ട്രിക്ക് ശരീരം മുഴുവൻ ചുറ്റി ഒരു കോയിലായി മാറ്റുന്നതാണ്. ഇത് പ്രിഡേറ്റേഴ്സിന് ശരീരത്തിൻ്റെ സോഫ്റ്റ് പാർട്സ് എളുപ്പത്തിൽ കാണാൻ പറ്റാതെയാക്കും. പുറത്തു കാണുന്നത് കടുപ്പമുള്ള എക്സോസ്കെലൻ മാത്രമായതിനാൽ ആക്രമിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇതുകൂടാതെ പല സ്പീഷീസുകൾക്ക് പ്രത്യേക ഗ്രന്ഥികളുണ്ട്. അവയിൽ നിന്ന് ചെറിയ തോതിൽ ഡിഫെൻസീവ് കെമിക്കൽസ് പുറപ്പെടുവിക്കും. ഈ രാസവസ്തുക്കൾക്ക് സ്ട്രോങ് സ്മെല്ലുണ്ട്. ചിലപ്പോൾ സ്ലൈറ്റ്ലി ഇറിറ്റേറ്റഡ് ഫ്ലൂയിഡ് പോലെയും തോന്നാം. ആൻസ്,
സ്മോൾ മമ്മൽസ് പോലെയുള്ള ചെറിയ പ്രെഡേറ്റേഴ്സുകളെയും ഇത് ഭയപ്പെടുത്തുവാനും തടുക്കുവാനും സഹായിക്കും. ഇതുമൂലം മനുഷ്യർക്ക് കാര്യമായ ഹാനി ഉണ്ടാകില്ല. ചിലപ്പോൾ തൊട്ടാൽ ഫ്ലൂയിഡ് കയ്യിൽ വരാം. അത് അല്പം ഇറിറ്റേറ്റ് ആയേക്കാം, പക്ഷേ വിഷമുള്ളതല്ല. അതിനാൽ ജയന്റ് മില്ലിപീഡ് സേഫായ ഒരു ജീവിയാണ്. പലർക്കും മില്ലിപീഡും സെന്റിപീഡും തമ്മിൽ മാറിപ്പോകാറുണ്ട്. സസ്യങ്ങൾ, ചീഞ്ഞു വീണ ഇലകൾ എന്നിവയാണ് മില്ലിപീഡുകളുടെ ഭക്ഷണം. ഇവ വളരെ സ്ലോ ആയ ജീവിയാണ്. ഇവ മനുഷ്യർക്ക് ഹാംലെസ് ആണ്. അതേസമയം സെന്റിപീഡ് വളരെ ഫാസ്റ്റാണ്. ഇവ കാർണിവേഴ്സ് ആണ്. ചെറിയ ഇൻസെക്റ്റുകളെ വേട്ടയാടി ഭക്ഷിക്കും. കൂടാതെ ഇവയ്ക്ക് വെനമസ് ബൈറ്റ് ഉണ്ട്. അതിനാൽ സെന്റിപീഡ് മനുഷ്യർക്ക് ഹാനികരമായി മാറിയേക്കാം. കാലുകളുടെ കാര്യത്തിലും വ്യത്യാസമുണ്ട്. മില്ലിപീഡിന് ശരീരത്തിലെ ഓരോ സെഗ്മെന്റിനും 2 ജോഡി കാലുകളുണ്ട്. അതിനാൽ തന്നെ ഇവയ്ക്ക് അധികമായി കാലുകളുണ്ട്. സെന്റിപീഡിന്റെ ഓരോ സെഗ്മെന്റിലും 1 ജോഡി കാലുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനാൽ തന്നെ ജയന്റ് മില്ലിപീഡിനെ കണ്ടാൽ ഭയക്കേണ്ടതില്ല. എന്നാൽ സെന്റിപീഡിനെ കണ്ടാൽ ജാഗ്രത വേണം. ചില രാജ്യങ്ങളിൽ ജയന്റ് ആഫ്രിക്കൻ മില്ലിപീഡ് ഒരു പോപ്പുലർ എക്സോട്ടിക് പെറ്റായി വളർത്തുന്നു. ഇവയെ വളർത്തുന്നത് ഈസി ടു കെയർ ആണ്. ഭക്ഷണത്തിന് പഴങ്ങൾ, പച്ചക്കറികൾ, ഡീക്കേയിങ് ലീവ്സ് എന്നിവ കൊടുത്താൽ മതി. വളർത്താൻ വേണ്ട ടെറാറിയത്തിൽ മോയ്സ്റ്റ് സോയിൽ, ലീഫ് ലിറ്റർ, കൂടാതെ ഒളിക്കാൻ ഹൈഡിംഗ് പ്ലേസസ് എന്നിവ ഉണ്ടായിരിക്കണം. ഈ ജീവിക്ക് ഹൈ ഹ്യൂമിഡിറ്റിയും വാം ടെമ്പറേച്ചറും ആവശ്യമുണ്ട്. അതിനാൽ ടെറാറിയം എല്ലായ്പ്പോഴും ഈർപ്പമുള്ള നിലയിൽ സൂക്ഷിക്കണം. ഇവയെ കയ്യിലെടുക്കുമ്പോൾ സോഫ്റ്റായി ഹാൻഡിൽ ചെയ്യണം. ഫോഴ്സ്ഫുള്ളി പിടിച്ചാൽ ഇവ സ്ട്രെസ്ഡ് ആകും. കുട്ടികൾക്ക് പഠനത്തിനും ഒബ്സർവേഷനും ജയന്റ് മില്ലിപീഡ് വളരെയധികം ഉപയോഗപ്രദമാണ്. ഹാംലെസ് ആയതിനാൽ കുട്ടികൾക്കും ഇവയെ കാണാനും പഠിക്കാനും സേഫാണ്. ജയന്റ് മില്ലിപീഡിന്റെ ബ്രീഡിംഗ് സീസൺ സാധാരണയായി വേനൽക്കാലത്തോ മഴക്കാലത്തോ ആയിരിക്കും. ആൺ പെൺ മില്ലിപീഡുകൾ ഫെറോമോൺസ് വഴി ഒരുമിച്ചെത്തും. അതായത് മില്ലിപീഡുകൾ പരസ്പരം കണ്ടെത്താൻ ഫെറോമോൺ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക കെമിക്കൽ പുറത്തുവിടുന്നു. ഇതൊരു രാസസന്ദേശമാണ്. വായുവിൽ പടർന്ന് പെൺമില്ലിപീഡിനെ അത് ആകർഷിക്കുന്നു. ചിലപ്പോൾ ഇവ പ്രതിരോധത്തിനും ഇതുപയോഗിക്കുന്നു. ആൺ മില്ലിപീഡിന്റെ ചില കാലുകൾ ഗോണോപോഡ്സ് ആയി മാറിയിരിക്കും. മേൽ മില്ലിപീഡിന്റെ 7ാമത്തെ സെഗ്മെന്റിലുള്ള ചില കാലുകൾ ഗോണോപോഡ്സ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക റിപ്രൊഡക്റ്റീവ് കാലുകളായി മാറും. സാധാരണ കാലുകൾ പോലെ നടക്കാൻ വേണ്ടിയല്ല ഇവ. മീറ്റിംഗ് സമയത്ത് പെൺമില്ലിപീഡിനേക്ക് സ്പേം എത്തിക്കാനാണ് ഗോണോപോഡ്സ് ഉപയോഗിക്കുന്നത്. പെൺമില്ലിപീഡ് മണ്ണിൽ ചെറിയ ബോറോ ഉണ്ടാക്കി അതിൽ 50 മുതൽ 300 മുട്ടകൾ വരെ ഇടും. മുട്ടകൾ സ്പെഷ്യൽ സെക്രേഷൻ കൊണ്ട് കോട്ടഡ് ആയിരിക്കും. അതുകൊണ്ട് അവയ്ക്ക് സംരക്ഷണം കിട്ടും.
കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ വളരെ ചെറിയ ശരീരവും അല്പം കാലുകളും മാത്രം ഉണ്ടായിരിക്കും. വളരും തോറും ഓരോ മോൾട്ടിനു ശേഷവും പുതിയ ബോഡി സെഗ്മെന്റ്സും കാലുകളും ഡെവലപ്പ് ചെയ്യും. ഫുൾ ഗ്രോൺ ജയന്റ് മില്ലിപീഡ് ആകാൻ 1 മുതൽ 2 വർഷം വരെ എടുക്കും. പെറ്റായി വളർത്തുമ്പോൾ ജയന്റ് ആഫ്രിക്കൻ മില്ലിപീഡ് 7 മുതൽ 10 വർഷം വരെ ജീവിക്കും. പക്ഷേ ഇന്ത്യയിൽ ലീഗൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകാം. കാരണം ജയന്റ് ആഫ്രിക്കൻ മില്ലിപീഡിനെ പെറ്റായി ഇമ്പോർട്ട് ചെയ്യാൻ ലൈസൻസ് അല്ലെങ്കിൽ പെർമിറ്റ് ആവശ്യമുണ്ട്. അതിനാൽ ഇന്ത്യയിൽ എക്സോട്ടിക് പെറ്റായി വളർത്തുന്നതിന് മുൻപായി നിയമപരമായ അനുമതി ഉറപ്പാക്കണം. ജയന്റ് മില്ലിപീഡിന് ഇക്കോസിസ്റ്റത്തിലെ പങ്ക് വളരെ പ്രധാനമാണ്. ഇവ ഡെഡ് ലീവ്സ്, വേസ്റ്റ് മെറ്റീരിയൽസ് എന്നിവ ഡീകമ്പോസിഷൻ ചെയ്ത് മണ്ണിലെ ന്യൂട്രിയൻ സൈക്കിൾ തുടരാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഫ്ലോർ ഹെൽത്തിയായി നിലനിർത്തുന്നതിൽ ഇവ വലിയ പങ്ക് വഹിക്കുന്നു. സാധാരണമായി പറയുമ്പോൾ ജയന്റ് മില്ലിപീഡിനെ നമ്മൾ നേച്ചേഴ്സ് ലിറ്റിൽ ക്ലീനർ എന്ന് വിളിക്കാം. അതിനാൽ ജയന്റ് മില്ലിപീഡിനെ കണ്ടാൽ പേടിക്കേണ്ട ആവശ്യമില്ല. പ്രകൃതിയുടെ റീസൈക്ലിംഗ് മെഷീനായ ഇവ പരിസ്ഥിതി ബാലൻസ് നിലനിർത്താൻ വലിയ ഒരു പങ്ക് വഹിക്കുന്നു. ചില രാജ്യങ്ങളിൽ ഇവരെ പെറ്റായി വളർത്തുന്നുണ്ടെങ്കിലും നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് എല്ലാ ജീവികൾക്കും ഇക്കോസിസ്റ്റത്തിൽ സ്വന്തം സ്ഥാനമുണ്ട് എന്നാണ്. ഇനിയും ഇത്തരത്തിലുള്ള എക്സോട്ടിക് പെറ്റ്സിനെ കുറിച്ച് അറിയാനായി ക്രിയേച്ചർ എൻക്ലേവ് എന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യൂ.